ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കാർമൽ ഹോസ്പിറ്റലിനും വളരെ അടുത്തായിട്ടാണ്. എറണാകുളം ജില്ലയിൽ ആലുവയിലുള്ള കാർമൽ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്നതാണ്. കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം ഒരു 12ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്റ്റിനകത്ത് എല്ലാ വീടുകളിലും ആളുകൾ താമസമായി. ഈ ഒരു വീട് ലാസ്റ്റ് പണിത് സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്ന വീടാണ്. നമ്മുടെ ഈ ഒരു വില്ല പ്രൊജക്റ്റിന്റെ ഫ്രണ്ടിലൂടെയാണ് ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ട് പോകുന്ന ബസ്സുകളെല്ലാം തന്നെ പാസ് ചെയ്ത് പോകുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി നടന്ന് പോകാവുന്ന ദൂരം മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ളത്. ഇവിടെ നിന്നും ഈ കാണുന്ന വഴി നിങ്ങൾക്ക് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് പോകുന്നത് നമുക്ക് കാണാം. അപ്പൊ വില്ലയുടെ അത്രയും അടുത്താണ് ബസ് റൂട്ട് ഉള്ളത്. ഇതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ വീടിന്റെ എലിവേഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. നമുക്ക് ഇനി ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, റോഡിന് വളരെ അടുത്താണ്. ബസ് റൂട്ട് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ആലുവ കാർമൽ ഹോസ്പിറ്റലിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുവാണെങ്കിൽ 3.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 4 കിലോമീറ്ററും മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് കളമശ്ശേരി ഭാഗത്തേക്ക് പോകണമെങ്കിൽ അപ്പോളോ ടയേഴ്സിന്റെ ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ 6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിലെത്താം. വെറും 14 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ എലിവേഷൻ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനൊന്നുമല്ല, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വില്ലയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന വഴി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്താണെങ്കിൽ ഭംഗിയായിട്ടുള്ള ചില റേസർ കട്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ വലിയൊരു ഏരിയ ഇവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. ആ ഗേറ്റ് തുടങ്ങി ഇങ്ങോട്ടേക്ക് വരുന്ന ഈ ഒരു വഴി നമ്മുടെ വീടിനകത്തേക്ക്, അകത്തുള്ള കോമ്പൗണ്ടിനകത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് വരെ നിറയെ സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ സറൗണ്ടിങ് ഏരിയ മുഴുവനും ഗേറ്റ് കടന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള സറൗണ്ടിങ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ലാൻഡ് വരുന്നത് 4 സെന്റ് ആണ്. ഗേറ്റ് തുടങ്ങി ഞാൻ നിൽക്കുന്ന ഏരിയ വരെ നമുക്ക് ഇവിടെ ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ള കവേർഡ് കാർ പോർച്ച് കിട്ടുന്നത്. പോളി കാർബൺ ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് അണ്ടറിൽ നമുക്ക് ഒരു കാറും ഗേറ്റ് വരെ നോക്കുകയാണെങ്കിൽ ലെങ്തി ആ ഒരു വലിയ ഏരിയ നമുക്ക് പാർക്കിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ടോട്ടൽ 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ കാർ പോർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീടിന്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അവിടെയൊക്കെ നല്ല സ്പേസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ചെടികളൊക്കെ വെക്കാനും 2 വീലർ വെക്കാനും ഒക്കെ ധാരാളം സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ചെടികളൊക്കെ നടാനായിട്ട് ഏരിയകളൊക്കെ ഇങ്ങനെ നമുക്ക് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ടൈൽ ഇട്ടിരിക്കുന്ന ഏരിയ കഴിഞ്ഞ് വീടിന്റെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും ഇതുപോലെ പകുതി വരെ ടൈലും ബാക്കി ബേബി മെറ്റലുമാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു ചെറിയ മരമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ 4 സെന്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇനി നമുക്ക് വീടിന്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു സൈഡ് എൻഡിലാണെന്നുണ്ടെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് ചെറിയ റെഡ് ഷെയ്ഡ് കൂടെ വരുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. പില്ലർ നോക്കിയാൽ കാരണം ഹാഫ് പോർഷൻ ഫിക്സ്ഡ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒറ്റ പീസിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വെച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഇനി നമുക്ക് വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് നേരെ കടന്നു വരുന്നത്. ഇതിന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. കാരണം ഓൾറെഡി നിങ്ങൾ ഇതിന്റെ തമ്പനെയിലിൽ കണ്ടതാണ്. ഈ കാണുന്ന വീടിന്റെ റേറ്റ് വരുന്നത് 48 ലക്ഷം രൂപയാണ്. മെയിൻ റോഡിനോട് ബസ് റൂട്ടിനോട് ഇത്രയും അടുത്ത് നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് ഇത്രയും നല്ലൊരു വീട് 48 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ക് തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് 3 വിൻഡോസ് കാണാം. ഇതിന്റെ റൂഫൊക്കെ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ തന്നെ ഇവിടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൾട്ടിവുഡ് കൊണ്ട് ചെറിയൊരു കബോർഡ്, ചെറിയൊരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ആ ഒരു ടി വി വെക്കാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടുള്ള ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രഞ്ച് മോഡലിലുള്ള 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഡൈനിങ്ങിന് ഒരു എൻട്രൻസ് വന്നിട്ട് നോക്കുവാണെങ്കിലും മൾട്ടിവുഡ് കൊണ്ടുള്ളൊരു വലിയ എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ്ങിന്റെ ആ ഒരു സ്പേസിലേക്കാണ്. അവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫാമിലിയിലുള്ള 4 or 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ട് ഡൈനിങ് ടേബിൾ ഒക്കെ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മൾട്ടിവുഡ് കൊണ്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. ഈ ഭാഗത്തുമായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ്ലി കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് നോക്കുവാണെങ്കിലും ആ ഒരു റെഡിഷ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഗ്രാനൈറ്റ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. ഇതിപ്പം തൽക്കാലത്തേക്ക് കബോർഡുകളൊന്നും ആയിട്ട് തിരിച്ചിട്ടില്ല. പക്ഷെ നമുക്കിത് കബോർഡുകളൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു 3 BHK ഹൗസ് ആണ്. നമുക്ക് ഇതിന് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13 x 11 ഫീറ്റ് ആണ്. 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ നമുക്ക് 2 സൈഡിലായിട്ട് വിൻഡോസ് കാണാം. അതുകൂടാതെ ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ഡോർ ആണ് ഈ കാണുന്ന ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്നും ഒട്ടും തെറിച്ച് പുറത്തേക്ക് വരാത്ത രീതിയിൽ താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ചെറിയ ബ്രൗൺ ഷെയ്ഡിലുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ഒക്കെ ആയിട്ടാണ് ഡോർ വരുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ഉള്ള ടൈൽ ഗ്രേ കളറാണ് വരുന്നത്. കിച്ചണിലുള്ള വാർഡ്രോബ്സ് കബോർഡ്സ് എല്ലാം നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ്സിനെല്ലാം ഒരു വൈറ്റ് ആൻഡ് വുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിനും അതേ ഷെയ്ഡ് തന്നെയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 2 എണ്ണവും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് ആണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 ടൈപ്സ് ഓഫ് വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് വർക്ക് ഏരിയക്ക് വേണ്ടിയിട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ പോകാനും വാഷിംഗ് മെഷീനിലേക്ക് കണക്ട് ചെയ്യാനുള്ള പൈപ്പ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്കൊരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നുണ്ട്.
നമ്മളിപ്പം ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് TV യൂണിറ്റിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ആ ക്യാമറ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ നിൽക്കുന്നിടത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ അറിയാം, നല്ല വലിയൊരു ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് താഴെ കണ്ടതുപോലുള്ള സെയിം ടെക്സ്റ്റൈൽ വർക്ക് തന്നെയാണ് TV യൂണിറ്റിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയും മൾട്ടിവുഡ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നേരെ ഒരു റൂം കാണാം. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ആണിത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു, മുകളിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ TV യൂണിറ്റിന് തൊട്ടടുത്തായിട്ട് ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സിംഗിൾ കോട്ട് ആയിരിക്കും ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x9 10x9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളുടെയും റൂഫ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഒരു ചെറിയ ബാത്റൂം ആണെങ്കിൽ പോലും നമുക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു TV യൂണിറ്റിന്റെ ആ ഒരു ഭാഗം കണ്ടു. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് വരുന്നുണ്ട്. ഇത് തുറന്ന് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഭാഗത്തെ റൂഫ് എല്ലാം കംപ്ലീറ്റ്ലി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഹാളിൽ നിന്നും തുറക്കുന്ന 2 ഡോറുകളുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ആ ഒരു സൈഡ് ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ബാൽക്കണിയാണ്, അതേസമയം നമുക്ക് ലെങ്തി ആയിട്ടുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു കവർ ചെയ്തിരിക്കുന്നത് ഔട്ടർ ഫ്രെയിംസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഉള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം അടുത്തെല്ലാം നിറയെ വില്ലകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ടോട്ടൽ ഒരു 12ഓളം വില്ലകൾ വരുന്ന ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വില്ലയും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹാള് കണ്ട സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ഓൾറെഡി വിൻഡോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് ധാരാളം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x11 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ടുമാണ് 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് തന്നെയാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ സെയിം കളർ ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമ്മുടെ ഈ ഒരു 12 വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്താണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡിനോട് ബസ് റൂട്ടിനോട് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് മെയിൻ റോഡിലൂടെ ബസ്സുകൾ പോകുന്നത് കാണാം. നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഇവിടെ നിന്ന് പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്ത് കാർമൽ ഹോസ്പിറ്റലുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, രാജഗിരി എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാം. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇവിടുന്നൊക്കെ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളാണെങ്കിലും നമുക്ക് ഒരുപാട് സ്കൂളുകൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ICSE CBSE എല്ലാം ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്കൂളുകൾ നമുക്ക് ഇതിനടുത്തായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ട് വളരെ നമുക്ക് എന്താ പറയുക, എല്ലാ സൗകര്യം എന്താണ് ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതുപോലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്ന വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1228 ആണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതിനുദ്ദേശിക്കുന്ന പ്രൈസ് 48 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇതിനൊന്നും കൂടെ പറയാം, 4 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1228 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 BHK വീടാണ്. ഇതിനുദ്ദേശിക്കുന്ന പ്രൈസ് 48 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയോട് കൂടി തന്നെ ഈ വീട് സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളൊക്കെ ഇനിയും അറിയണമെങ്കിൽ മാർബിൾ ഹോംസ് എന്നുള്ള ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്കും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.